So we have now discussed about wave function and its physical significance. Now let's see what are the conditions for an acceptable wave function. By solving Schrodinger wave equation, we may get a number of solutions for psi. All of this may not be acceptable. Only those wave functions are acceptable which follow certain conditions. Let's see what these conditions are. Psi must be finite. If psi is not finite, or if psi is infinite, the probability of finding the particle at that point will become infinite. Probability എന്ന് പറയുന്നത് നമുക്ക് സൈസ് ഇൻ്റഗ്രൽ ഇല്ല, സൈ സ്ക്വയർഡ് ഡി ടോ ആണ് പ്രോബബിലിറ്റി. അപ്പോൾ സൈ സ്ക്വയർഡ് ഡി ടോ എന്ന് പറയുന്ന സാധനം സൈ ഇൻഫിനിറ്റ് ആകുമ്പോൾ സൈ സ്ക്വയർ ഡി ടോ എന്ന് പറയുന്ന സാധനവും ഇൻഫിനിറ്റ് ആവും. അപ്പോൾ പ്രോബബിലിറ്റിക്ക് നമുക്ക് ഇൻഫിനിറ്റ് വാല്യൂ ആക്സെപ്റ്റബിൾ അല്ല. ആൻഡ് ഹെൻസ് സൈ കനോട്ട് ഓൾസോ ബി psi must not be infinite. Psi must be finite. Second condition is that psi must be single valued at all points. നമ്മൾ ഒരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൽ സൈക്ക് ഒരു വാല്യൂ മാത്രമേ പോസിബിൾ ആവാൻ പാടുള്ളൂ. ഒന്നിലധികം വാല്യൂസ് ഒരു പോയിന്റിൽ സൈക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ സൈക്ക് ഒരു പോയിന്റിൽ ഒന്നിലധികം വാല്യൂസ് ഉണ്ടെങ്കിൽ ദാറ്റ് മീൻസ് the probability will become ambiguous. Probability clear ആവില്ല. ഓക്കെ, psi ഇൻറ്റു psi സ്റ്റാർ എന്ന് പറയുന്നതാണ് പ്രോബബിലിറ്റി. അപ്പോൾ ആ പ്രോബബിലിറ്റിക്ക് തന്നെ ഒരുപാട് വാല്യൂസ് ഉണ്ടാകും. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ എന്തായിരിക്കും പ്രോബബിലിറ്റി? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതിൻ്റെ ഇടയിലുള്ള വാല്യൂസ് വരും ഇഫ് psi is not single valued. അപ്പോൾ probability will become ambiguous. That's why psi must be single valued at all points. Psi and its first derivatives must be continuous at all points in space. നമുക്ക് ഏത് വേവ് ഫംഗ്ഷൻ്റെ വാല്യൂ എടുത്താലും അത് കണ്ടിന്യൂസ് ആയിരിക്കണം, ഒരു സ്പേസിൽ കണ്ടിന്യൂസ് ആയിരിക്കണം. ആ വാല്യൂ പെട്ടെന്ന് നിന്ന് പോവുകയോ പെട്ടെന്ന് താഴ്ന്നു പോവുകയോ പെട്ടെന്ന് ഉയർന്നു പോവുകയോ ചെയ്യാൻ പാടില്ല. Psi must not change abruptly at any point for a slight change in the കോർഡിനേറ്റ്സ്. ഒരു കോർഡിനേറ്റ്സിൻ്റെ വാല്യൂവിൽ ഒരു ചെറിയ ചേഞ്ച് വരുമ്പോൾ സൈക്ക് ഭയങ്കര വലിയ ചേഞ്ച് സംഭവിക്കാൻ പാടില്ല. ദാറ്റ് ഈസ് സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ഇൻ സ്പേസ്. സൈ മസ്റ്റ് ബി കണ്ടിന്യൂസ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ സൈക്ക് ഒരു വാല്യൂ കിട്ടി, ആ വാല്യൂ ഈസ് ഫോർ എക്സ് വൈ ആൻഡ് ഇസെഡ്. ആ കോർഡിനേറ്റ്സ് ഒന്ന് സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എക്സ് പ്ലസ് ഡി എക്സ് ആയി, വൈ ഇസെഡ് അത് തന്നെ. അങ്ങനെ ആവുമ്പോൾ സൈഡ് വാല്യൂക്കിന് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വരാൻ പാടില്ല. ഓക്കെ, അങ്ങനെ സംഭവിച്ചാൽ പ്രോബബിലിറ്റിക്ക് ആംബിഗ്വിറ്റി ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ പറയും സൈ മസ്റ്റ് നോട്ട് ചേഞ്ച് അബ്രപ്റ്റ്ലി അറ്റ് എനി പോയിന്റ് ഫോർ എ സ്ലൈറ്റ് ചേഞ്ച് ഇൻ ദ കോർഡിനേറ്റ്സ്. ഇത് സൈക്ക് മാത്രമല്ല, സൈയുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി സൈ ബൈ ഡി എക്സിനും ഇത് ആപ്ലിക്കബിൾ ആണ്. ഡി സൈ ബൈ ഡി എക്സും കണ്ടിന്യൂസ് ആയിരിക്കണം, അബ്രപ്റ്റ് ചേഞ്ചസ് ഒന്നും പാടില്ല. മാത്തമാറ്റിക്കലി psi of x is continuous at x is equal to 0 when limit dx tends to 0, psi of x plus dx is equal to limit dx tends to 0 x minus dx. ഓക്കെ, അപ്പോൾ സൈയുടെ വാല്യൂ എക്സ് പ്ലസ് ഡി എക്സ് ആകുമ്പോഴും ഇവിടെ ലിമിറ്റ് സൈ എക്സ് ടെൻസ് ടു 0 സൈ ഓഫ് എക്സ് മൈനസ് ഡി എക്സ്. സൈയുടെ വാല്യൂ എക്സ് പ്ലസ് ഡി എക്സ് ആകുമ്പോഴും എക്സ് മൈനസ് ഡി എക്സ് ആകുമ്പോഴും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കണം ഇഫ് എക്സ് ടെൻസ് ടു 0. അപ്പോൾ എക്സ് പിന്നെ അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ രണ്ടും. എക്സ് പ്ലസ് ഡി എക്സിലുള്ള സൈഡ് വാല്യൂവും എക്സ് മൈനസ് ഡി എക്സിലുള്ള സൈഡ് വാല്യൂവും ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇഫ് ഡി എക്സ് വെൻ ഡി എക്സ് ടെൻസ് ടു 0 ദേ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഈക്വൽ. അപ്പം നമ്മളൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് ഈസ് വെൻ
limit dx tends to 0 psi of x plus dx is equal to limit dx tends to 0 psi of x minus dx. രണ്ടിലും ഉള്ള എക്സിന് ഒരു ചെറിയ വേരിയേഷൻ ഡി എക്സ് പ്ലസ് ഡി എക്സും ചെറിയൊരു വേരിയേഷൻ മൈനസ് ഡി എക്സും വരുമ്പോൾ സൈക്ക് വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മുടെ തേർഡ് കണ്ടീഷൻ ഫോർ psi to be acceptable. Psi must be finite, psi must be single valued, psi must be continuous. അടുത്ത ഒരു ക്രൈറ്റീരിയ ആണ് psi must vanish at infinity for bound systems. psiയുടെ വാല്യൂ ഇൻഫിനിറ്റി ആകുമ്പോൾ should become equal to 0. That is psi into psi star at infinity is equal to 0. ബൗണ്ട് സിസ്റ്റത്തിൻ്റെ കേസാണെങ്കിൽ മാത്രം, ഫ്രീ സ്പേസിലുള്ളതാണെങ്കിൽ അല്ല. ബൗണ്ട് സിസ്റ്റത്തിൻ്റെ കേസിൽ അറ്റ് ഇൻഫിനിറ്റി psi മസ്റ്റ് വാനിഷ്. ഇനി പറയുന്ന പോയിന്റ്, അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ psi മസ്റ്റ് ബി നോർമലൈസ്ഡ്. psi മസ്റ്റ് ബി നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഒരു സെപ്പറേറ്റ് കാറ്റഗറി തന്നെയാണ് psi മസ്റ്റ് ബി നോർമലൈസ്ഡ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ അറ്റ് എ പോയിന്റ് എക്സ്, ഇത് എങ്ങനെയാണ് നമ്മൾ എഴുതുക? സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ് എന്നാണ് നമ്മൾ എഴുതാറ്. അപ്പോൾ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് പോസിബിൾ ലൊക്കേഷൻസ്? ഇൻ്റഗ്രൽ 0 to L സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ് എന്നുള്ളതായിരിക്കും ഒരു പാർട്ടിക്കിളിനെ. അപ്പോൾ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന പ്രോബബിലിറ്റിയെ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ദ ടോട്ടൽ പ്രോബബിലിറ്റി ഓഫ് ഫൈൻഡിങ് എ പാർട്ടിക്കിൾ ഓവർ ദ എൻറ്റയർ റേഞ്ച് ഓഫ് പോസിബിൾ ലൊക്കേഷൻസ് എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് ഒരു പോയിന്റിൽ നമുക്ക് പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കാനുള്ള പ്രോബബിലിറ്റിയാണ്. അതെന്താണ്? സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ് എന്നാണ്. അപ്പോൾ ഒരു പോയിന്റ് അല്ല, ഒരു ലൊക്കേഷനിൽ ഈ പാർട്ടിക്കിളിനെ കണ്ടുപിടിക്കണമെങ്കിൽ, 1 ഡയമെൻഷണൽ ലൊക്കേഷനിൽ 0 to L എന്ന് പറയുന്ന ലൊക്കേഷനിൽ ഇതിനെ കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ പോയിന്റിലുള്ള പ്രോബബിലിറ്റി ആഡ് ചെയ്യണം. ആൻഡ് ദെർഫോർ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇൻ്റഗ്രൽ 0 to L സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി എക്സ് എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ദിസ് മസ്റ്റ് ബി യൂണിറ്റി. എന്തുകൊണ്ടാണ്? ആ ലൊക്കേഷനിൽ എന്തായാലും എവിടെയെങ്കിലും ഈ പാർട്ടിക്കിളിനെ നമുക്ക് കിട്ടണം അല്ലേ? അപ്പം നമ്മൾ ഒരു പോയിന്റിൽ പറയുമ്പോൾ അത് യൂണിറ്റി ആവണമെന്നില്ല, 0യും ആകാം. പക്ഷെ ഒരു ലൊക്കേഷനിൽ പറയുമ്പോൾ ഒന്നുകിൽ അവിടെ ഉണ്ടാകാം അല്ലെങ്കിൽ അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഒരു ലൊക്കേഷനിൽ എവിടെയെങ്കിലും ആ പാർട്ടിക്കിൾ ഉണ്ടാകണം. ദാറ്റ് മീൻസ് ടോട്ടൽ പ്രോബബിലിറ്റി ഷുഡ് ബി ഈക്വൽ ടു 1. ദാറ്റ് മീൻസ് ഇൻ്റഗ്രൽ 0 to L സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി ടോ ഈസ് ഈക്വൽ ടു 1. ഇത് നമ്മൾ 3 ഡയമെൻഷനിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഇക്വേഷൻ ബിക്കംസ് ഇൻ്റഗ്രൽ സൈ ഇൻറ്റു സൈ സ്റ്റാർ ഡി ടോ ഈസ് ഈക്വൽ ടു 1 എന്നാകും. And a wave function which obeys this relation is said to be normalized, and this condition is known as normalization condition. അപ്പോൾ ഏതെങ്കിലും ഒരു വേവ് ഫംഗ്ഷൻ ഇങ്ങനത്തെ ഒരു ഇൻ്റഗ്രേഷൻ ഒബേ ചെയ്യുകയാണെങ്കിൽ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 എന്ന് പറയുന്ന ആൻസർ തരുവാണെങ്കിൽ ദാറ്റ് വേവ് ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി നോർമലൈസ്ഡ്. അപ്പോൾ നോർമലൈസ്ഡ് അല്ലാത്ത വേവ് ഫംഗ്ഷൻസ് അക്സെപ്റ്റബിൾ ആകില്ലേ? അങ്ങനെയുള്ള വേവ് ഫംഗ്ഷൻസിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം, ബട്ട് ഇറ്റ് ഷുഡ് ബി നോർമലൈസ്ഡ്. അതിനെ വീണ്ടും നോർമലൈസ് ചെയ്യണം ബൈ മൾട്ടിപ്ലൈയിങ് വിത്ത് നോർമലൈസേഷൻ കോൺസ്റ്റന്റ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത്? നോർമലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സപ്പോസ് ബൈ സൊല്യൂഷൻ ഓഫ് Schrodinger wave equation we get a wave function psi, and integral phi into phi star complex conjugate into d2 is not equal to 1, but it is equal to c. If it is equal to 1, it is normalized. In this case, it is not equal to 1 and it is equal to c, provided c is not equal to 1. അതെടുത്ത് പറയണം, c 1 ആവാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ this function is not normalized. In such a case, how do we normalize it? By multiplying the wave function with a normalization factor. Suppose the normalization factor is 1 by root c.
അപ്പോൾ ന്യൂ ഫംഗ്ഷൻ ദ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ വിൽ ബിക്കം 1/√c ഇൻറ്റു psi. അപ്പോൾ ഇത് റിയൽ ആയതുകൊണ്ട് നമുക്ക് ഫൈവ് സ്റ്റാർ എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അപ്പോൾ 5 ഇൻറ്റു 5 സ്റ്റാർ എന്ന് പറയുന്നത് 1/√c 5 ഇൻറ്റു 1/√c 5 ആൻഡ് ഇൻറ്റഗ്രൽ d2 എന്ന് പറയുന്നത് എന്തായിരിക്കും? That becomes equal to 1/√c into 1/√c is 1/c into 5 squared d2. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം, 5 സ്റ്റാർ എന്ന് തന്നെ എഴുതാം, ഒരു കൺഫ്യൂഷൻ വേണ്ട. 5 into 5 star d2. Okay, but this can be written as 1/c into integral 5 into 5 star d2. But what is integral 5 into 5 star d2? അത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്, that is c. അപ്പോൾ this becomes equal to 1/c into c. What is 1/c into c? That is 1. Now we have this wave function which is multiplied by √c on taking the product and taking the integral as equal to 1. Now this means that phi is now normalized. Now phi has become a normalized wave function and it is acceptable. This implies that if a wave function phi is acceptable, then the product of that wave function with a number is also an acceptable wave function. അപ്പോൾ phi എന്ന് പറയുന്നത് acceptable ആണെങ്കിൽ അതിനെ ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വേവ് ഫംഗ്ഷനും acceptable ആണെന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ these are the conditions for a wave function to be acceptable. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടു, പ്രോപ്പർട്ടീസ് ഓഫ് വേവ് ഫംഗ്ഷൻ കണ്ടു, കണ്ടീഷൻസ് ഫോർ അക്സെപ്റ്റബിൾ വേവ് ഫംഗ്ഷൻ കണ്ടു, നോർമലൈസേഷൻ കണ്ടീഷനും കണ്ടു. ഇനി നമുക്ക് കാണേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് കണ്ടീഷൻ ഫോർ ഓർത്തോഗണാലിറ്റി ആണ്. അതെന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.